എന്റെ മോനെ. സുഹൃത്തുക്കളെ, ഞങ്ങളിതാ ഒരു ദുബായ് യാത്രയിലേക്കാണ് പോകുന്ന. വണ്ടി വേറൊന്നുമല്ല, ഏതാണ്? മിനി കൂപ്പറിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ദുബായിലോട്ടുള്ള യാത്രയാണ്. ഇരിക്കണ എൻ്റെ ഭാര്യ. ഒരു ഹായ് കൊടുത്തോളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലുക്ക്. ഇതെന്റെ ലുക്ക്, ഇത് അവളുടെ ലുക്ക്, ഇത് സൽമോന്റെ ലുക്ക്. അബുദാബിയിലെ ഒരു മിനി വ്ളോഗറാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഒരാളെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. ഇറങ്ങി നിൽക്കാന്ന് പറഞ്ഞിട്ട് അരമണിക്കൂറായി. അപ്പോൾ പുള്ളിക്കാരത്തെ ഇങ്ങോട്ട് തൂക്കിയിട്ട് go to Dubai. വണ്ടിക്ക് അകത്തിരുന്നുള്ള ചെറിയ ചെറിയ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ വലിയ സ്ക്രീനൊക്കെ എടുത്ത കണ്ട. അപ്പോൾ ഇനി നമ്മൾ ഒരാളെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. അയാളെത്തി. ഇറങ്ങി നിൽക്കാൻ ഒന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരമായി. അപ്പം നോക്കാം. പുള്ളിക്കാരത്തെ കാത്ത് നിൽക്കുന്നു. നല്ല വെയിലാണ്, പക്ഷെ വെയിൽ കുറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ. എന്നാലും കുഴപ്പമില്ല, തണുപ്പ് വരാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. കാലാവസ്ഥ മാറിയിട്ട് വേണം നിങ്ങൾക്ക് അത് ഒന്ന് കാണിച്ചു തരാം. കാരണം ഇന്നൊരു ഒറ്റ ദിവസം മാത്രമേ ഓഫുള്ളൂ. എന്തോ ഭാഗ്യത്തിന് എനിക്ക് അവർക്ക് ഒരു ദിവസം ഓഫ് കിട്ടി, വെള്ളിയാഴ്ച. സാധാരണ ഇങ്ങനെ കിട്ടാത്തതാണ്. അപ്പോൾ കിട്ടിയപ്പോൾ പിന്നെ ദുബായ് കണ്ടിട്ട് പോലും ഇല്ല. ദുബായ് പോകുന്നത് ഒരു മെയിൻ ഐറ്റം കാണാൻ വേണ്ടിയാണ്. അത് ഞാൻ കാണിച്ചു തരാം എന്താണെന്ന്. ഓക്കെ, ഒന്ന് ചാർജ് ചെയ്യണം. അപ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കടയിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകും, നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ റീചാർജ് ചെയ്ത് കഴിഞ്ഞു. കാറിൻ്റെ അകത്തോട്ട് വരിക്കുമ്പോൾ ഭയങ്കര വെയിലാണ് കേട്ടോ. മൊട്ടം വെയിലെന്ന് പറയാൻ വന്നതാണ്, കുറച്ച് ഡീസൻ്റ് ആവുന്ന വിചാരിച്ച്. ഭയങ്കര വെയിൽ. ആ മിനി കൂപ്പറിൻ്റെ വെളിയിൽ നിന്നുള്ള ഭാഗം ഞാൻ കാണിച്ചു തരുന്നേ. കണ്ട വണ്ടി ഇറങ്ങണം കേട്ടോ, ഫുൾ ലുക്കിൽ. ഹെവി ലുക്ക് തന്നെ കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് വണ്ടിക്കകത്ത് കയറണത്. വണ്ടി ഇത്രയ്ക്ക് വണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു എന്താ പറയുക ലുക്ക് കാണുന്നത് ആദ്യമായിട്ട് തന്നെയാണ്. ഇനി കൂടെ എന്താ പറഞ്ഞാൽ ഒന്നാമത് കരിഞ്ഞിരിക്കുകയാണ്, ഞാൻ വീണ്ടും കരിയും. അപ്പോൾ കാറിൻ്റെ ഉള്ളിലോട്ട് കയറാം. ആ വ്യക്തിയെ നമുക്ക് കുറച്ചും കൂടെ നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാ കൂട്ടത്തിലും കാണുമല്ലേ, എവിടെയെങ്കിലും പോകണമെന്ന് പറയുമ്പോൾ നിർത്തി പോസ്റ്റ് ആക്കുന്ന ഒരു സുഹൃത്ത്. ആ സുഹൃത്ത് നമുക്കും ഉണ്ട്. ആ സുഹൃത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇവിടെ നിന്ന് ഈ പോസ്റ്റ് നാട്ടിലുണ്ടായിരുന്നെങ്കിൽ KSEBക്കാർക്ക് ഒരു 3 പോസ്റ്റ് കിട്ടിയേനെ. അവർക്ക് ലൈൻ വലിച്ചു കിട്ടായിരുന്നു. അമ്മാതിരി പോസ്റ്റാണ് ആക്കണത് ആ സുഹൃത്ത്. ഓ, അവസ്ഥ ഈസ് വെരി ബാഡ്. കണ്ടുമുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുക്കുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹായ്, സമ്പത്ത് രമേശ്, സൽമാൻ സാരിസ്. എന്താ പറയാ സുഹൃത്തുക്കളെ, ദേ വരികയാണ് ഞങ്ങളെ പോസ്റ്റ് ആക്കിയ. ഹായ് ചേച്ചി, ഇതാ മന്ദം വരികയാണ്. സുഹൃത്തുക്കളെ, ചേച്ചി മേക്കപ്പ് ഇടുകയാണ്. അപ്പം സൂപ്പർ ആയിട്ടുള്ള ഒരു ഫേസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് റേറ്റിംഗ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ പിന്നെ കാണാം. എൻ്റെ 1000 സബ്സ്ക്രൈബേഴ്സിന് ഭാഗ്യമാണ് ദുബായ് കാണാനുള്ള. അതിലുപരി അത് നിങ്ങളെ കാണിക്കുക എന്നുള്ളതും എൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. എല്ലാം കണ്ട പച്ച വരെ തെളിഞ്ഞിരിക്കുകയാണ് നമുക്ക് കേട്ടോ. നല്ല ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇതായത് സ്ഥലം ഇത് അൽ ജിമിയാണ്. അൽ ജിമിയിൽ എൻ്റെ ഏതെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ഹായ് തരണം കേട്ടല്ലോ. അഥവാ സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെ വേണം, എനിക്ക് തരണം. സുഹൃത്തുക്കളെ, ഇതാണ് അഡ്നോക്ക്. അതായത് പെട്രോൾ അടിക്കാൻ പോവുകയാണ്. പമ്പിൻ്റെ അകത്തില്ല, ഇതുവരെ കാണിക്കണുള്ളൂ. ഓക്കെ, ദിസ് ഇസ് അഡ്നോക്ക്, ഇവിടുത്തെ പമ്പ്. അപ്പം നമുക്ക് ഈ മിനി കൂപ്പറിന്റെ ഒരു സ്പീഡ് ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടില്ല അകത്തിരുന്നോണ്ടേ. അപ്പോൾ നമ്മൾ ഹൈവേയിലോട്ട് കയറാൻ പോവുകയാണ്. ഇനി ഹൈവേയിലോട്ട് കയറിയ ശേഷം യവന്റെ ഒരു സ്പീഡ് നമുക്കിതിൽ കാണിച്ചു തരാമേ. ഇപ്പം കണ്ടല്ലോ, ഈ സ്പീഡ് നിങ്ങൾ കണ്ടോണം. ഇനി കുറച്ചും കൂടെ പോകുമ്പോൾ ഫുൾ നമുക്ക് ആഴ്ച പറത്തി പോകാനുള്ള സെറ്റപ്പ് കിട്ടും.
ആ സമയത്തുള്ള ഒരു സ്പീഡ് ഞാൻ കാണിച്ചു തരാം. പയ്യെ കയറി തുടങ്ങുന്നുണ്ട്. ചെറിയൊരു മരുഭൂമി ദിവസമാണ്, ചെറിയൊരു മരുഭൂമി. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ 115, 18, 19, 20, 23, 25, 26 പോണ് സുഹൃത്തുക്കളെ. ഏടാ മോനെ. പക്ഷെ നമ്മൾ ആ സത്യം പറഞ്ഞ ഈ സ്പീഡ് പോണല്ല അറിയുന്നില്ല അകത്തിരിക്കണോണ്ടേ. ഈ സ്പീഡൊന്നും ഞാൻ കൂടിപ്പോയി കഴിഞ്ഞാൽ എന്റെ വണ്ടിയിൽ ഞാൻ നാട്ടിൽ ഓടിച്ചപ്പോൾ 80 കിലോമീറ്റർ. അതിന് മുകളിൽ ഈ പോവാം. അത് 80 എനിക്ക് ഭയങ്കര സ്പീഡാണ്. വല്ല കേൾക്കാൻ പറഞ്ഞുണ്ടാകുന്ന ബാക്കിൽ അലപ്പറ. കാണുന്നത് നിങ്ങൾ കണ്ടോ? കാണിച്ചു തരാം, വെയിറ്റ് കരോ. വേണ്ട, ആ കുന്ന് പോലെ കാണുന്നത് അത് ശരിക്കും പറഞ്ഞാൽ കുന്നല്ല. അത് നമ്മൾ മറ്റേ ബിൽഡിംഗ് എല്ലാം പൊളിച്ചിട്ടുള്ള വേസ്റ്റ് ഇല്ലേ, അതെല്ലാം കൊണ്ടിട്ടിട്ടിട്ട് ഇവിടെ ഇടാൻ വേറെ സ്ഥലമില്ലല്ലോ, അങ്ങനെ ഇട്ടിട്ട് അതൊരു വലിയൊരു മലയായിട്ട് മാറിയിരിക്കുന്ന കാഴ്ചയാണ്. അത് കണ്ട, അതല്ലാതെ വേറെ ഇതൊന്നുമല്ല. അത് ഇവിടുത്തെ വേറെ ഇതൊന്നും പൊളിച്ച് ഇടാൻ സ്ഥലമില്ലല്ലോ, അതിനെ അവർ മല പോലെ ആക്കി വെച്ചിട്ടുണ്ട്. എന്താ ചെയ്യാ, കണ്ടോ? കാണാമല്ലോ നിങ്ങൾക്ക്. ഭയങ്കര വലിയ കുന്നു പോലെ ഇരിക്കുന്നത്. ഇനി വീണ്ടും ദുബായ് വിശേഷങ്ങളുമായി വീണ്ടും വരാം. ഞാൻ വിജനമായ അലൈനിൽ നിന്നും ആൾ തിരക്കുള്ള ദുബായിലേക്ക് കയറിയപ്പോഴുള്ള അവസ്ഥ ഞങ്ങളെ കാണിച്ചു തരാം. ഒന്ന് വാടകയോ, എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഡിസ്റ്റർബ് ആവും. മതിയല്ലോ, നഞ്ചെന്തിന് നാലാഴി എന്നാണ് ശാസ്ത്രം. സബ്സ്ക്രൈബേഴ്സ്, ഈ യുവതി എന്നെയും നിങ്ങളെയും കൂടെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഇതിന് നിങ്ങൾ ആഞ്ഞടിക്കണം. നമ്മൾ ഗുണ്ടകളല്ല, അനാഥരുമല്ല. മേക്കപ്പ് ഇട്ടെന്നാണ്, അതാണ് കേട്ടോ മോ കൈ കാണിച്ചത്. അമ്മയും കുഞ്ഞും സുരക്ഷിതരല്ലേ? ഓക്കെ. ദൂരെ നിന്നും ഒരു നോക്ക്. ഇനി നമ്മൾ അതിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെ, നിങ്ങളെല്ലാം ദുബായിൽ വന്നാൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു ഇടം, അത് ആ ഇടം തന്നെയാണ്. നിങ്ങൾക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സൂചിക്കുന്ന പോലെ ചെയ്യണ്ട. എന്റെ ഈ വിരൽ നേരെ നോക്കിയാൽ മതി, അതിന്റെ സ്ട്രൈറ്റ് ആണ് നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്ന ബുർജ് ഖലീഫ. പക്ഷെ പൊടിക്കാറ്റായോണ്ട് എന്റെ ഫോൺ ആൻഡ്രോയിഡ് ആയതും കൊണ്ടും കറക്റ്റ് വ്യൂ കിട്ടുന്നില്ല. അടുത്തടുത്ത് എത്തുന്നതോറും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്റെ ഭാര്യ അത് കാണാനുള്ള ആകാംക്ഷയിലാണ്. ഭാര്യയും ഉള്ളിലുള്ള മെയിൻ ആളും. പിന്നെ ആഴ്ചയിൽ 4-5 ദിവസം ദുബായ് കണ്ട ആളാണ് ധരിക്കുന്നത്. ദ റിച്ചസ്റ്റ് വുമൺ ഇൻ അലൈൻ. അപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഡൗട്ടാണ്, എന്നാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എന്റെ ഈ വിരൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച് സൂം ചെയ്ത് നോക്കിയാൽ മതി. അപ്പം അടുത്തടുത്ത് പോകുന്നവർ കാണിച്ചു തരാമേ. ഇതിന്റെ ഇടയിൽ ഫുഡ് അടിക്കണം, വിഷക്കെയാണ്, അതും കഴിക്കണം, അതും കാണിച്ചു തരാം. പോകുന്ന വഴി കാഴ്ചകൾ ഓരോ നേരങ്ങൾ കാണിച്ച് പോവാം. ഓക്കെ. പിന്നെ വീഡിയോ കാണും തോറും സബ്സ്ക്രൈബ് നിങ്ങളെ കൂട്ടുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഒരു ലൈക്ക്, ഒരു ഷെയർ. പിന്നെ അവരടുത്ത് പറയണ്ട എന്റെ സങ്കടങ്ങൾ. ഞാൻ പിന്നെ ആരടുത്ത് പറയും? എന്റെ സബ്സ്ക്രൈബേഴ്സ് എനിക്കുള്ളൂ എന്റെ സങ്കടം കേൾക്കാനും. നാട്ടിൽ ഓണമാണ്, എന്നിട്ട് ആഘോഷിക്കാതെ ഞാൻ ദുബായ് വന്നിരിക്കുന്നു ആ സങ്കടം മാറ്റാൻ വേണ്ടിട്ട്. എന്താ ചെയ്യാ, കരച്ചിട്ട് കാണാതിരിക്കാനാ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കണത്. സുഹൃത്തുക്കളെ, എന്ത് മനോഹരമാണ് ദുബായിലെ ഈ ബുർജ് ഖലീഫ. ഇത് പറയുന്ന ആൾ ആരാണെന്ന് അറിയാലോ നിങ്ങൾക്ക്. ഒരു മെയിൻ ബ്ലോഗറാണ്. അവന്റെ ചിരണ്ടി എടുത്ത 1-2 വാക്യമാണ്. വീഡിയോസിലും ബാക്കിയുള്ളവരുടെ ബ്ലോഗിലും മാത്രം കണ്ട് വന്നിരുന്ന ആ ബുർജ് ഖലീഫ ഇതിന്റെ അടുത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് സമയം കൂടെ എടുക്കും എന്തായാലും എന്റെ അടുത്ത് എത്തണമെങ്കിൽ. ഓക്കെ ഗായ്സ്,
അതിമനോഹരമായ കാഴ്ചകൾ. അമ്പരച്ചുംബികളെ പോലെ ഞങ്ങൾ കാറിന്റെ ഉള്ളിലിരുന്ന് ദുബായിയുടെ ഓരോ ഭാഗങ്ങൾ നിങ്ങളെയും കൂടി കാണിച്ചു കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്ത് അതിമനോഹരമായ കാഴ്ച! പച്ചപ്പുല്ലുകൾ, വലിയ പാലങ്ങൾ, വലിയ ബിൽഡിങ്ങൾ. നല്ല സൂപ്പർ ആട്ടാ. പക്ഷെ അതിനനുസരിച്ചുള്ള ചെലവുണ്ട് ഇവിടെ താമസിക്കണമെങ്കിൽ. ഈന്തപ്പനകൾ ചിറകു വിരിച്ചു നിനക്കു വേണ്ടി. എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ബുർജ് ഖലീഫ കാണാം കേട്ടാ. അതാണ് ഇതിന്റെ മെയിൻ. ഇതേ കണ്ട ഒന്നും ഉണ്ടായിരിക്കും. എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഡിസ്റ്റർബ് ഉണ്ടാക്കല്ലേ. അതിന്റെ സബ്സ്ക്രൈബേഴ്സിന് ഡിസ്റ്റർബ് ആവും. 4 3 7 ഞാനും 8. ദേ ആ കാണുന്നതാണ് ദുബായ് ഫ്രെയിം. കണ്ടോ? എന്താണ് തന്നെ വെറും ഫ്രെയിം മാത്രം ഉള്ളതുണ്ടെങ്കിൽ അങ്ങനെ ഒരു പേര് ദുബായ് ഫ്രെയിം. എന്ത് ഫുഡ് അടിച്ചില്ല, അപ്പൊ ജസ്റ്റ് ഒന്ന് ഫുഡ് അടിക്കണം എന്നൊരാഗ്രഹത്തോടെയാണ് ഇവിടെ ഒന്ന് ഇറങ്ങിയത്. നോക്കാം, നല്ല കടയുണ്ടെങ്കിൽ അവിടെ നിന്ന് ഫുഡ് അടിക്കാം, എന്നിട്ട് ബാക്കി കറങ്ങാം. ഓക്കെ. സ്വിഫ്റ്റ് ഡേ മിനി കൂപ്പർ ഏകദേശം പാർക്കിംഗ് ഇടാൻ പോയതാണ്. പാർക്കിംഗ് ഇത് സൽമാൻ പാർക്കിംഗ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല സൂപ്പർ വെയിലാണ്ട്. നമ്മളും ആഹാരം എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പോവുകയാണ്. മറ്റേ ചേച്ചി കഴിച്ച് വരുന്നില്ല എന്ന് പറഞ്ഞ് കാറിനകത്തിരിപ്പുണ്ട്. നമ്മൾ 3 പേരും കൂടെ കഴിക്കാനായിട്ട് പാർക്കിംഗ് ഇടുകയാണ് സുഹൃത്തില്ല. പാർക്കിംഗ് അല്ല മോട്ടാൻ വെയില്. അമ്മയും കുഞ്ഞും നടക്കുകയാണ്. 2 പേരും വെയിലുള്ള നടന്നോ. തലയിൽ ഷാളങ്ങനെ എടുത്തിട്ടോ, അല്ലെങ്കിൽ കുട എടുത്തില്ലേ? കുട എടുത്തില്ല. നമ്മൾ ചെറുക്കൻ കുട എടുത്ത നല്ല ലുക്കിൽ ഇറങ്ങുകയാണ്. അലൈൻ സൽമാൻ ഖാൻ. ടെങ് 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 ടെങ്. മേക്കപ്പ് ഇടാൻ വേണ്ടി ഒരാൾ അതിനകത്തിരിക്കുകയാണ്. മേക്കപ്പ് ഇട്ട് കഴിഞ്ഞ് ലുക്കിൽ നമ്മൾ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മൾ ഫുഡടി നമ്മളില്ല ആ ലുക്കിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് ഇറങ്ങിയെല്ലാം നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇറങ്ങണില്ല. ആശാത്തി ഇറങ്ങിയാലും നമുക്ക് ഫുൾ മുഖം കാണാൻ പറ്റുള്ളൂ. വരുന്നില്ലേ ലോകം മുഴുവൻ കാത്തിരുന്ന ആ കാഴ്ച കാണാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം സുഹൃത്തുക്കളെ. ഉടൻ തന്നെ ഡോർ തുറന്ന് ഇറങ്ങുകയാണ്. അതാ ദ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ. തെറി വിളിക്കും കേട്ടോ മനസ്സിൽ. അപ്പൊ കട തപ്പിട്ട് വരാം. ഓക്കെ. എന്റെ കൈയും പിടിച്ച് നടപ്പുണ്ട് ആശാത്തി. മൈ ബേബി. ഓക്കെ. ഉള്ളിലുള്ള ആളും ദുബായിൽ എത്തിയിട്ടുണ്ട്. കുഞ്ഞ് വലുതായി വരുമ്പോ നമുക്ക് കാണിച്ചു കൊടുക്കാം. വാറങ്ങാൻ പറ്റില്ല. വാറന്ന അപ്പൊ പോണ്. ഇത്തിരി തണലുണ്ട് കേട്ടാ. നല്ല വിശപ്പ്. എവിടെയെങ്കിലും കയറി ഫുഡ് അടിക്കണം. അപ്പം സൽമു പറഞ്ഞൊരു കിടിലം സ്പോട്ട് പറഞ്ഞു. അപ്പം അതിൻ്റെ അകത്ത് കയറാനുള്ള തന്ത്രപ്പാടിലാണ് ഞങ്ങൾ. അപ്പം അവിടെ പോകുന്നു, ഫുഡ് അടിക്കുന്നു, പിന്നെ വീണ്ടും കറങ്ങാൻ ഇറങ്ങുന്നു. ഓക്കേ. ചേച്ചി കൈ കാണിക്കുന്നു. ഇത് കാണുന്ന നബിതയോട് ഞങ്ങൾക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ. നീ വരുമ്പോൾ നിന്റെ ചെലവിൽ നമ്മൾ വീണ്ടും ദുബായ് കാണാൻ വരുന്നതാണ് അല്ലേ ചേച്ചി? അല്ല, ഫുൾ ട്രഡീഷണൽ നമ്മുടെ പട്ടുപാവാട ബ്ലൗസ് വേണ്ട. അയ്യോ, നമ്മൾ കേരളത്തിൽ നിന്ന് വന്നില്ലേ? അതിന്റെ കറക്റ്റ് നമ്മൾ രാമേന്ദ്ര അതിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന അത് കറക്റ്റ് കേരളം പോലെ ലുക്ക് തന്നെ കേട്ടോ. മൊത്തം നമ്മൾ ചാലക്കകത്ത്, നമ്മൾ തിരുവനന്തപുരം ചാലക്കകത്ത് കയറി നമ്മൾ രാമേന്ദ്ര അകത്തൊക്കെ പോകുമല്ലോ, അതേ ഒരു ആംബിയൻസ് ആണ് ഇവിടെ എല്ലാം. ഫുൾ തട്ടുകട സെറ്റപ്പാണ് ഇവിടെ. ചോറ് 20 രൂപ. അടിപൊളി. ഇക്കായിസിലാണ് കഴിക്കാൻ കയറുന്നത്. ഹാപ്പി ഓണം മഹാബലി. നമ്മൾ കഴിയാൻ കയറുന്നത് ഇക്കായിസ്.
മിഠായി തെരുവ്. ഫുൾ ആംബിയൻസ്, കിട്ടില്ല ആംബിയൻസ്. ആശാത്തേക്ക് അവൾക്ക് ചട്ടിച്ചോറ് വേണമെന്ന് പറഞ്ഞ് ചട്ടിച്ചോറ് ഓർഡർ ചെയ്തു. ഞാനും സൽമും വാട്ടർ റൈസ് കാണിച്ചു തരാം അത് ഫുഡ് വരുമ്പോൾ. ചേച്ചിക്ക് ഒന്നും വേണം, ചേച്ചി ഡയറ്റില്ല എന്ന് പറയാൻ പറഞ്ഞു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന രമിതയോട് പറയാൻ ഒന്നേ ഉള്ളൂ, ഇത് ഇന്ന് ഫുള്ളും ചേച്ചിയുടെ ചെലവാണ്. ഈ ജിമ്മിൽ ഇരുന്ന ആൾക്കാർ വെറുതെ അവർ കഴിക്കുന്നത് മോട്ടറൈസ് ഡയറ്റിംഗ്. അത്ര ഡയറ്റിംഗ് നമ്മൾ വർക്കൗട്ടും ചെയ്യും. എങ്ങനെ പിന്നെ മസിലുണ്ടാവും? എനിക്ക് മസിലൊന്നും ഇല്ലല്ലോ, ഞാൻ ജസ്റ്റ് വർക്കൗട്ട് മാത്രമേ ഉള്ളൂ. എപ്പോഴും ഇടുന്ന വീഡിയോസ് ഫുള്ള് ജിമ്മില്. അവൻ മോട്ടറൈസ് കഴിച്ചാലും അവൻ വർക്കൗട്ട് ചെയ്യാനുണ്ട്, ഞാനും വർക്കൗട്ട് ചെയ്യാനുണ്ട്. ഇവിടെ മോട്ടറൈസ് കഴിച്ചിട്ടും വർക്കൗട്ട് ചെയ്യാതെ ഉടായ്പ കാണിക്കുന്ന ഒരാളെ ഉള്ളൂ. 9:30 ജിമ്മിൽ വരും. എന്നിട്ട് എപ്പോഴാണ് പോണത്? 12 മണിക്ക്. 12 പോവും. അതായത് കാരണം അപ്പോഴേ ബസ്സുള്ളൂ. അവളുടെ ചട്ടിച്ചോറ് എത്തിയിട്ടുണ്ട് കൂട്ടുകാരെ. ഇത് കണ്ട് വിതുമ്പിച്ചിരിക്കുകയാണ്. വിതുമ്പൽ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ചേച്ചി. ചേച്ചി വേണ്ടെന്നാണ് പറഞ്ഞ, റൈസ് വേണ്ട, ജ്യൂസ് മതിയെന്ന്. ഇഷ്ടംപോലെ ആയിട്ടുണ്ട്. ഇത് ഏത് അയല? അയലയാണ്. മീനുണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്, ബീഫുണ്ട്, പുഴുക്കുണ്ട്, കിച്ചടിയുണ്ട്, അച്ചാറുണ്ട്, ചോറുണ്ട്, തോരനുണ്ട്. ഞാൻ പറഞ്ഞ ഐറ്റം ഇപ്പം എത്തും. ദേ ബ്രോ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഹായ്, താങ്ക് യു. ഇതാണ്. ഇനിയിപ്പം ചോറെല്ലാം കഴിച്ചിട്ട് വരാം. നേരത്തെ എണീറ്റത്, അല്ലെങ്കിൽ 2 മണിയല്ലേ എണീക്കില്ലല്ലോ? ഏത് കഥം ഫൈനൽ ടച്ച്. അവളും കഴിച്ച് തീരാറായി. ചേച്ചി ജ്യൂസ് കുടിക്കുന്നു, പായസം കുടിക്കുന്നു. സൽമാൻ പായസം കുടിക്കുന്നു. വയ്യ. ഇനി അടുത്ത് നല്ലൊരു ഓട്ടം, ഒരു സുഖം ഉറക്കം ഉറങ്ങിയിട്ട് ദുബായ് കിട്ടി കറങ്ങുക, പോകുക. ഫുഡ് എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഫുഡ് എങ്ങനെയുണ്ട്? ചേച്ചി ജ്യൂസ് എങ്ങനെയുണ്ട്? അത് ബാക്കി ഇംഗ്ലീഷ് പറഞ്ഞതിന് മുമ്പ് ഞാൻ കട്ട് ചെയ്തതാണ്. Why you should order this flavor? Why you just tell the lime juice? എനിക്ക് നാരങ്ങ വെള്ളം പിഴിഞ്ഞ് തന്നാൽ മതി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്ന. ഓൺലി ഡ്രിങ്ക് അവക്കാഡോ. നമ്മൾ സാധാ ചോറ് കഴിച്ച് നല്ല രുചിയുണ്ട്. അപ്പം ദുബായിൽ ഉള്ളവർക്ക് ഇക്കായിസ് റെസ്റ്റോറൻറ്റ് എങ്ങനെയാണെന്ന് അഭിപ്രായം പറയൂ. നമുക്ക് ഓക്കെ ആയിരുന്നു വന്ന് കഴിച്ചപ്പോൾ. നിങ്ങളുടെ അഭിപ്രായം പറയൂ. നല്ല ഫുഡായിരുന്നു. ആശത്തിക്ക് മാത്രം ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഫ്ലേവർ എന്നൊക്കെ പറയുന്നുണ്ട്. ചേച്ചിക്ക് അവക്കാഡോ ജ്യൂസാണ് പറഞ്ഞത്. സൽമ ഫോൺ പറഞ്ഞു വെച്ചിട്ട് പോയി. ആ ബ്രോ ഒന്ന് താങ്ക് യു ബ്രോ. ഇക്കായിസിലെ കിടിലൻ ചെറുക്കൻ അവൻ മറന്നു വെച്ച ഫോൺ നമുക്ക് തന്നിട്ട് വരികയാണ്. അതാണ് ചെറുക്കൻ മലയാളി, നമുക്ക് അഭിമാനം എവിടെയും. സൽമാനെ ഫോണ് കിട്ടി, ഇല്ലെങ്കിൽ തിരിച്ചു പോയിട്ട് വന്നേനെ. അപ്പൊ ഇനി അടുത്ത സ്പോട്ടിലോട്ട് പോവാം. മാളിലോട്ട് പോകാനാണ് പ്ലാന്. ഓക്കെ, അപ്പൊ മാളിലോട്ട് പോവാം. നേരെ കാണുന്നതാണ് ബുർജ് ഖലീഫ. നമ്മൾ നേരെ പോകുന്നത് മാള്, ഫ്രെയിം, ബുർജ് ഖലീഫ. ഒന്നുകൂടെ പറയൂ. മാള്, പിന്നെ ദുബായ് ഫ്രെയിം, ബുർജ് ഖലീഫ. ഐഫോണിലെടുത്താലും രണ്ടിലെടുത്താലും ഒരേ വീഡിയോ കിട്ടുള്ളൂ. ഐഫോണൊക്കെ ഇപ്പോഴാണ് കേട്ടോ വന്നത്. ആൻഡ്രോയിഡിനെ കുറ്റം പറയുന്ന കുറെ എണ്ണം ഉണ്ട് ഇവിടെ. ഓ നോക്ക്, ഇത് എന്താണ്? ദുബായ് മ്യൂസിയം. വാവ്. നമ്മളിപ്പോ
ഇപ്പോൾ പോകുന്നത് ഷെയ്ഖ് സായിദ് റോഡിലൂടെയാണ്. ഷേഖ് സായിദ് റോഡ് വഴി നേരെ മാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓ, എന്ത് അതിമനോഹരമായ കാഴ്ച! വാവ്, സൂപ്പർ ഏട്ടാ. കാഴ്ച കാണാൻ അവിടെ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ കാഴ്ച. ഇപ്പൊ മാളെത്തിയിട്ട് മാളിലേക്ക് കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ഇരുവശങ്ങളും എന്റെ പൊന്നെ, അങ്ങനെ തന്നെ പിടിച്ചോണ്ടെന്ന് കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോ ചാർജ് തീരും എന്റെ. ബ്ലോഗറെ നിനക്കൊരു ക്യാമറ വേണം. എന്റെ പിറന്നാളിന് ഫോൺ വെച്ചായിരുന്നു എന്റെ ഭാര്യ പറഞ്ഞു. എത്താറായ ഇതേതല്ലേ മാള്? ഓ, ബുർജ് ഖലീഫ അതേ കണ്ട. ബുർജ് ഖലീഫ അതേ കണ്ട. ബാക്കി അടുത്ത് പോയിട്ട് കാണിച്ചു തരാം. ഇത്രയും കാഴ്ച ഉണ്ട്. അതില്ലെങ്കിൽ ചാർജ് ചെയ്ത് അവിടത്തെ ഒന്നും കാണാൻ പറ്റൂല. ഇനി അവിടെ എത്തിയിട്ട് കാണാം. സുഹൃത്തുക്കളെ, ദുബായ് മാൾ ദേ ഇരിക്കുന്നു. ദുബായ് മാൾ. നമുക്കിനി മാളിന്റെ ഉള്ളിലോട്ട് പോകണം. ഇവിടെ നിന്ന് നേരെ ബുർജ് ഖലീഫ കാണാൻ പോകണം. എന്തൊക്കെ കാഴ്ചകൾ കാണാൻ കിടക്കണുണ്ടോ? ഫുള്ള് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്റെ ഫോണിന്റെ ഗതി വെച്ചിട്ട് ചാർജ് ഓഫ് ആകുന്നവർ ഞാൻ നിങ്ങൾക്ക് ഉള്ള കാഴ്ചകൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതാണ്. കാരണം ഈ കാറിനകത്ത് എല്ലാം ഐഫോണിലുള്ളവരാണ്. അപ്പൊ ഐഫോണിന്റെ ചാർജർ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. നമ്മൾ ആൻഡ്രോയിഡിന്റെ ചാർജർ ഒന്നുമില്ല. ആൻഡ്രോയിഡിന്റെ കുറ്റം പറയുന്ന ഏക ഒരു വ്യക്തിയാണ് ഈ കാറിന്റെ അകത്ത്. ഇത് കാണാൻ പറ്റുന്ന എനിക്ക് അറിഞ്ഞൂടെ. ഇനി മാത്രം കേൾക്കാം. ഓക്കെ, പുച്ഛിക്കുകയാണ് സുഹൃത്തുക്കളെ, പുച്ഛിക്കുകയാണ് ഒരു ആൻഡ്രോയിഡ് യൂസറിനെ. നമ്മൾ ആൻഡ്രോയിഡ് എല്ലാവരും കൂടെ ഒന്ന് ഒത്തുചേർന്ന് ഈ ഐഫോൺ അടിച്ചമർത്താം. പറയാൻ പറ്റും. ഞാൻ പിന്നെ ഞാൻ ഐഫോൺ എടുക്കാം. ഞാൻ ദൈവം സഹായിച്ച് രക്ഷപ്പെട്ട ഒരു ഐഫോൺ എടുക്കണം. അപ്പോ ഇനി മാളിന്റെ ഉള്ളിലെ കാഴ്ചകളായിട്ട് ഞാൻ വരാം. ഞാൻ ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോ 1 2 3 ദേ കണ്ട ദുബായ് ഫ്രെയിം അതിന്റെ തൊട്ടടുത്താണ് നിൽക്കണേ. ദേ അവളിറങ്ങി വന്നു, സൽമു ഇറങ്ങി, ഇനി ഒരാളുണ്ട്. അത് ആശാത്തി മേക്കപ്പ് ഇടയാണ്. ഇതിന്റെ അകത്ത് കയറണമെങ്കിൽ പിന്നെ പ്രത്യേക പാസം എടുക്കണം തോന്നാം കേട്ടോ. വണ്ടി എല്ലാം പാർക്കിംഗ് ചെയ്തു. ഇനി ബുർജ് ഖലീഫ കാണാനുള്ള യാത്ര. കുറച്ച് നടക്കാറുണ്ട്. ജസ്റ്റ് മാളിൻ്റെ അകത്ത് കൂടെ നടക്കുകയാണ് ബുർജ് ഖലീഫയുടെ അടുത്തോട്ട്. നല്ല കാഴ്ചകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ കണ്ടോളൂ നിങ്ങളും. എന്തൊക്കെയോ കാഴ്ചകളുണ്ട്. എല്ലാം കണ്ടു നടക്കുകയാണ്. എല്ലാം കണ്ടോളൂ, എല്ലാം കണ്ടോളൂ. ഇതും എന്താ മാജിക് സെറ്റപ്പ് ആണെന്നാണ്. മജീഷ്യനൊക്കെ നിൽക്കണം. ഇതേ ഒരു പാണ്ഡേര വലിയൊരു പ്രതിമ. നല്ല രസമുണ്ട്. അതിനെ കണ്ട ആരെ പറഞ്ഞു ചേച്ചി? തോന്നി. ഈ ഉത്തരം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദ്യം ചോദിച്ചത്. ആഹാ, അല്ല സൂപ്പർ വ്യൂ. കാണൂ കാണൂ, കാഴ്ചകൾ കാണൂ, കാഴ്ചകൾ കാണൂ. അതിമനോഹരം. മൂന്നെണ്ണം 3 ഫ്രെയിമിൽ ഫോൺ വെച്ചോട്ട്. 1 2 3 കാണൂ. വേറൊരു സെറ്റപ്പ് കാണിച്ചു തരാം. അതേണ്ട സ്കേറ്റിംഗാ, മറ്റേ മഞ്ഞ്. സ്കേറ്റിംഗ് അല്ലേ? മഞ്ഞിൽ സ്കേറ്റിംഗ് ചെയ്യുന്നത്. നമ്മുടെ
നമ്മളിത് ബുർജ് ഖലീഫയിൽ കാണാനുള്ള നടന്നുകൊണ്ടിരിക്കണം. കുറച്ച് നടക്കാറുണ്ട് മാളിൻ്റെ അകത്തുകൂടെ. ഹേയ് സൽമ, സുഹൃത്തുക്കളെ, റൂട്ട് മാപ്പാണ്. കാരണം മാളിൻ്റെ അകത്ത് കയറി ബുർജ് ഖലീഫയിൽ എത്താനുള്ള വഴി ഒരു പിടുത്തമില്ല എങ്ങനെയാണെന്ന്. അപ്പോൾ അത് അറിയാൻ വേണ്ടി നമ്മളിതാ ഒരു വലിയ സ്ക്രീനുണ്ട്, അതിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കുകയാണ് ഇത് ഏത് ഫ്ലോർ, ഇത് എങ്ങോട്ടാണ് പോകേണ്ടത്, ആ വ്യൂ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലോർ ബുർജ് ഖലീഫ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അവർ കാണിച്ചു തരും എങ്ങോട്ടാണ് നമ്മൾ പോവേണ്ടത് എന്ന്. നോക്കിയോ, ഇതിലില്ല, പെട്ട് നീക്കിയാണ്. ഇത് എവിടെ പോകണം ഒരു പിടുത്തമില്ല. വിശാലമായ മാളാണ്. ഇതിൻ്റെ ഇവിടെ നിന്ന് വേണം ബുർജ് ഖലീഫയിലോട്ട് എത്താവുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് തപ്പട്ടെ എങ്ങനെയാണ്. ഇത് ഡൈനോസറിൻ്റെ ഒരു സ്കെൽട്ടൻ്റെ രൂപം കണ്ടേ, തല, കാല്, ഉടല്, അതിൻ്റെ എല്ല് വെച്ച് എല്ലാണെന്ന് തോന്നുന്നു മൊത്തം. ഓ അടിപൊളി. ബുർജ് കാണാൻ ഭയങ്കര പാടിയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം കണ്ടെത്താൻ കുറച്ച് പാടാണ് മാളിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ. അപ്പോൾ അത് കണ്ടെത്തിയാലേ നിങ്ങളെ എനിക്ക് ബുർജ് ഖലീഫ കാണിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട വ്യൂ മാത്രമേ പറ്റുള്ളൂ. തപ്പിയെടുക്കട്ടെ ആദ്യം. എവിടെ പോകണം, എങ്ങോട്ട് പോകണം കണ്ടുപിടിച്ചിട്ട് ഞാനും വരാം. വീട്ടിലൊരു വാട്ടർഫാൾ. മൊബൈൽ അങ്ങനെ വെള്ളത്തിൽ പോയത് തന്നെ. നിങ്ങളെ ഞാൻ കാണിച്ചു തരികയാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്. ബുർജ് ഖലീഫ കാണൂ സുഹൃത്തുക്കളെ. കട്ടു ലൈറ്റെല്ലാം വന്ന് തുടങ്ങണേ ഉള്ളൂ. എല്ലാവരും കാണിച്ചു തരാം. കണ്ടോ, രാത്രിത്തെ ചെറിയ കാഴ്ചയോട് നിങ്ങളെ കാണിച്ചു തരാം. ലൈറ്റ് ഇടുമ്പോൾ ഇനിയും വെട്ടമുണ്ട്, പക്ഷേ പയ്യെ ലൈറ്റ് കത്തി പറഞ്ഞതേ ഉള്ളൂ. അമ്മേ ഇതേ കണ്ട, മോളിൽ നിന്ന് കത്തി പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും ചിന്തിച്ച് നിൽക്കുന്നു. ഇതെല്ലാം കണ്ട ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് പയ്യെ യാത്ര തിരിക്കും. ഈ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാഴ്ച ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. അല്ലെങ്കിൽ അടുത്ത വ്ളോഗുമായിട്ട് ഞാൻ പിന്നെ വരാം. ഓക്കെ, ഒരു സംഭവം കൂടെ കാണിച്ചു തരാം. എന്നെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞൂടെ, വിങ്സ് ഓഫ് മെക്സിക്കോ, മറ്റേ 2 വിങ്സ് വരുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതും കൂടെ കാണിച്ചു തരാം. അപ്പം അങ്ങോട്ട് പോവുകയാണ്. അതും കൂടെ പറ്റുമെങ്കിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഒരു വിങ്സ് ഓഫ് മെക്സിക്കോ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഞാനും ഞങ്ങളുടെ കൂട്ടുകാരും നടക്കുന്നത്. പക്ഷേ ഇവിടെ വരുമ്പം ആൾക്കാർ പറയും അപ്പർ സൈഡെന്ന്. റോഡ് ക്രോസ് അപ്പുറത്ത് പോകുമ്പോൾ എല്ലാവരും പറയും ഇപ്പർ സൈഡെന്ന്. അങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്ത് ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞൂടാത്ത ആൾക്കാർ വന്ന ദുബായ് സൂപ്പർ അലൈനി കിടക്കുന്ന ഞങ്ങൾ വന്നിട്ട് ഇവിടെ കിടന്ന് പെട്ടു പോവുകയാണ്. ഇതാണ് പറഞ്ഞത്, ദുബായിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് നമുക്ക് പരിചിതമാവുള്ളൂ. ഇല്ലെങ്കിൽ പെട്ടുപോകും. ഞാൻ പറഞ്ഞതെല്ലാം കാണാൻ പറ്റുമെന്ന് തന്നെ. ഓക്കെ, പറ്റുമെങ്കിൽ കാണിച്ചു തരാം. സുഹൃത്തുക്കളെ, ഒടുവിൽ ഞാൻ നിങ്ങളെ വിങ്സ് ഓഫ് മെക്സിക്കോ കാണിച്ചു തരാം.
എത്തിയിരിക്കുകയാണ്. ദേ അവിടെ അല്ലേടി, സന്തോഷായില്ലേ? സന്തോഷമായി. പക്ഷെ രാവിലെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇതായിരുന്നു. വെട്ടം കുറവിന്റെ ഒരു ചെറിയ ഇഷ്യൂ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ അതും കൂടെ ഒന്ന് കിട്ടിയ സെറ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്നെ കാണാൻ പറ്റുന്ന എനിക്ക് അറിയണം. മാക്സിമം ശബ്ദത്തിലൂടെ നിങ്ങൾ പിടിച്ചെടുത്താൽ മതി. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. കണ്ട, ഇതാണ് വിങ്സ് ഓഫ് മെക്സിക്കോ. ഇത് എടുക്കാനാണ് അവിടെ തിക്കും തിരക്കുമായിട്ട് വരണത് കേട്ടാ. സംഭവം ചെറിയ വെട്ടവും കാര്യങ്ങളെല്ലാം ഉണ്ട്. വെച്ചിവിടെ നല്ല ഇരുട്ടിന് മുമ്പ് വന്നിട്ട് കുറച്ചും കൂടെ ഭംഗി കിട്ടുമായിരുന്നു. പക്ഷേ ഈ ഭംഗിയിൽ നമുക്ക് മാക്സിമം ഫോട്ടോ എടുക്കാം. ഓക്കെ, ആളുകളെല്ലാം ഫോട്ടോസ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. വിങ്സ് ഓഫ് മെക്സിക്കോ ഫോട്ടോസ് എല്ലാം എടുത്ത് ഇനി പോണം തിരിച്ച്. എൻ്റെ മോനെ എന്നാ വ്യൂ ആടാ ഇത്. ഓ, തളന്ന് വയ്യ, എല്ലാരും തളന്നിരിക്കുന്നു. ബുർജ് ഖലീഫയുടെ കളർ മാറും സുഹൃത്തുക്കളെ. ഇതിപ്പോ നീലയായി. സുഹൃത്തുക്കളെ, ബുർജ് ഖലീഫയുടെ ഒരു വെറൈറ്റി സംഭവമാണ് തോന്നിയത്. ഒരു ഫോൾ എന്തോ ഒരു ഡിസൈൻ എല്ലാം വരുന്നതാണ്. പുലി നോക്കൂ, ഇത് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങളെ കണ്ടോ? അപ്പോൾ ദുബായ് ബ്ലോഗ് ഇവിടെ തീരെയാണ്. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ടാറ്റ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.